ദൈവത്തിൻ്റെ വചനങ്ങളെയും വാഗ്ദാനങ്ങളെയും വിശ്വസിക്കുക, അത് മുറുകെ പിടിക്കുക. അത് വിശ്വസിക്കുന്നത് തന്നെ ദൈവം നീതിയായി കണക്കിടും. ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു, അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന് ദൈവം നീതിയായി കണക്കിടുകയാണ്, ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നാം നീതി ചെയ്തതുപോലെ ദൈവം കണക്കിടുകയാണ്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിതാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അത് പ്രവർത്തിക്കാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നടന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത്ര കാലമായി നടന്നില്ലല്ലോ എന്നുള്ള ചിന്തകളോ ചോദ്യങ്ങളോ പ്രസക്തമല്ല. ദൈവം വിശ്വസ്തനാണ്, അവൻ ശക്തനാണെന്ന് ഉറച്ചോണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, ദൈവത്തിൻ്റെ കാതുകൾ മന്ദമായി പോയിട്ടില്ല, അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. അവൻ ശക്തനാണ്, അവൻ വിശ്വസ്തനാണെന്ന് ഉറയ്ക്കണം. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പൗലോസ് പറയാണ്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവം, അവൻ ശക്തനാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വെളിപ്പാടാണ്. കാരണം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യവും നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളും നമ്മുടെ അറിവും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ അദൃശ്യനായ ദൈവത്തിൻ്റെ ആ ഇടപെടലും അതിനകത്തൂടെ അത്ഭുതം നടക്കാൻ പോകുന്നൊക്കെ പറയുന്നത് അതൊരു വെളിപ്പാടിൻ്റെ കാര്യമാണ്, കണ്ണുകൊണ്ട് കാണുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എങ്കിലും അത് നാം ഏറ്റെടുക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ വിശ്വാസത്താൽ പിന്തുടരുമ്പോഴും ദൈവം അത് നീതിയായി കണക്കിടും. ആമേൻ. വിശ്വസിക്കാൻ ഒരു സാധ്യതയില്ലാത്തടത്തും, വിശ്വസിക്കാൻ ഒരു സാഹചര്യങ്ങളും അനുകൂലമല്ലാത്തടത്തും നാം ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവം നീതിയായി കണക്കിടും. ഹല്ലേലൂയ. അതുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും ദൈവത്തെ വിശ്വസിച്ചു, ദൈവം നമുക്ക് വേണ്ടി വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതും അതുതന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദാനങ്ങളെ നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തൻ, അവൻ ശക്തൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലിരിക്കുന്നു, അവൻ നാം അവിശ്വസ്തരായി തീരുമ്പോഴും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. അവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയായാലും ജീവിച്ചാലും ദൈവം ചെയ്യുമെന്നല്ല എൻ്റെ അർത്ഥം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങളും അവിശ്വസ്തരാകാറുണ്ട്. നമ്മുടെ സ്വഭാവം എപ്പോഴും വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. നാം അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വഭാവം അവനെ ത്യജിക്കാൻ കഴിയില്ല, അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നമ്മൾ അത് ചെയ്തോണം. അത് ലോകപ്രകാരം പ്രായോഗികമല്ലെന്നോ ലോകപ്രകാരം ലോജിക്കില്ലെന്നോ ഒന്നും ചിന്തിക്കേണ്ട. കർത്താവ് പറയുന്നത് കേൾക്കുക. ആമേൻ. യായിറോസിനോട് പറഞ്ഞില്ലേ, നിന്റെ മകൾ മരിച്ചുപോയെന്നുള്ള വാർത്ത കാര്യമാക്കണ്ട, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക. അവിടെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച് അതിനകത്ത് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അത്ഭുതം നടക്കില്ല. പക്ഷെ ദൈവം ശക്തനാണ്. എൻ്റെ കർമ്മം കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും നടക്കുന്നില്ല. എൻ്റെ ദൈവത്തിന് അതിലും ശക്തി ഉണ്ട്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അദൃശ്യനായ ദൈവം അത്ഭുതം ചെയ്യും. അപ്പം അത്ഭുതം നടക്കുന്നത് മുഴുവൻ വിശ്വാസത്താൽ തന്നെയാണ്. ആമേൻ. 36-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവേ നിന്റെ ദയ ആകാശത്തോളം, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവത്തിൻ്റെ ദയ ആകാശത്തോളവും അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും അതിനെ അളക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അളക്കാൻ പറ്റുകയില്ല. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ചും സാറയെക്കുറിച്ചും പറയുകയാണ്. ദൈവം വിശ്വസ്തനെന്ന് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ആമേൻ.
വിശ്വസ്തനെന്ന് എണ്ണുക. നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ദൈവം നിവർത്തിക്കും. വിശ്വസ്തനെന്ന് എണ്ണുക. സാറ അത് വിശ്വസ്തനെന്ന് എണ്ണി. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ വിശ്വസ്തരെന്ന് എണ്ണുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് അത് ഗുണമായി തീരും. നിങ്ങളുടെ തലമുറയെ പ്രതി നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് അവർക്ക് ഗുണമാകത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കും. വിശ്വസ്തനെന്ന് എണ്ണുക. ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 10-13 വാക്യം, 1 കൊരിന്ത്യർ 10:13, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ. പ്രിയമുള്ളവരെ, വാക്ക് പറഞ്ഞ ദൈവം വാഗ്ദാനം നിവർത്തിക്കുവാൻ ശക്തനെന്ന് നമ്മൾ ഉറയ്ക്കണം. ഹല്ലേലൂയ. അവിശ്വാസങ്ങളെ നമ്മൾ മാറ്റിക്കളയുക. ആമേൻ. ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എബ്രായലേഖനം 11 19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വിശ്വസിച്ചതുകൊണ്ട് മരിച്ചവൻ ഉയർപ്പിച്ചവനെ പോലെ അവൻ തിരികെ പ്രാപിച്ചു. സ്തോത്രം. ഇസഹാക്കിനെ വിശ്വാസത്താൽ അബ്രഹാം യാഗം അർപ്പിച്ചപ്പോൾ മരിച്ചവൻ ഉയർപ്പിച്ചവനെ പോലെ അവൻ തിരികെ പ്രാപിച്ചു. ദൈവം ശക്തനാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ. 2 തിമോഥെയോസ് 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവം ശക്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അന്ത്യം വരെയും നടത്താൻ അവൻ ശക്തനാണ്. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. സ്തോത്രം. ഞാൻ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവം, വിശ്വസ്തനായ ദൈവം. പ്രിയ കർത്താവേ, അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, നിവർത്തിക്കുവാൻ ശക്തനാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ആമേൻ. അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് ശക്തനാണ്. ഈ മക്കളുടെ വിഷയങ്ങളുടെ മേൽ കർത്താവെ എത്ര മാത്രം വാഗ്ദത്തം ഉണ്ടെങ്കിലും, ദൈവത്തിന് എത്ര വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും അവന് രൂപ എന്നത്രയെന്ന് നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അത് നടക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അത് നിവർത്തിക്കുവാൻ അവിടുന്ന് ശക്തിയുള്ളവനാകയാൽ, അധികാരവും കഴിവുള്ളവനാകയാൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഈ മക്കളിൽ നിന്റെ പ്രവൃത്തി ഇന്ന് നിറവേറണം. കർത്താവെ, വാഗ്ദത്തങ്ങൾ കർത്താവ് നിവർത്തിച്ചു കൊടുക്കണമേ. അതിനുള്ള ശക്തിയും അധികാരവും അവിടത്തേക്കുണ്ട്. ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾ ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടയാകരുതേ. വിശ്വസ്തനായ ദൈവം സമയത്തിറങ്ങി വന്ന് അത്ഭുതം ചെയ്യും. ഞങ്ങളത് വിശ്വസിക്കുന്നു. അവിടുത്തെ ശക്തി വെളിപ്പെടുത്തണമേ, അധികാരം വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ശക്തനായ ദൈവം, നിവർത്തിക്കാൻ ശക്തനായ ദൈവം, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവം. ദൈവത്തിൽ വിശ്വസിക്കുക. എല്ലാ സംശയങ്ങളും നിരാശകളും മാറ്റിവെക്കുക. ഈ ദിവസങ്ങളിൽ കൂടുതൽ ദൈവത്തോട് അടുത്ത് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് കൂടുതൽ നമ്മോട് സംസാരിക്കട്ടെ. സന്ദേശം പതിവ് പോലെ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.